1252 സ്ഥാനാർത്ഥികൾ, ആകെ 2117 പത്രിക. അവിടെ യുദ്ധം, ഇവിടെ ഇലക്ഷന്റെ യുദ്ധം, ആകെ മൊത്തം ചൂട്. അപ്പോൾ തൃശ്ശൂർ എന്താണ് നടക്കണേന്ന് ഒന്ന് അറിഞ്ഞിട്ട് വന്നാലോ ഗടികളെ. നമ്മുടെ തൃശ്ശൂർ മൊത്തത്തിൽ 13 നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അവിടെയൊക്കെ തീ പാർന്ന പോരാട്ടാന്നാണ് കേട്ടത്. അപ്പോൾ അതിന്റെ പൾസ് ഒന്ന് അറിഞ്ഞിട്ട് വരാം അല്ലേ. അപ്പം പോയിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വടക്കുനാഥൻ്റെ തിരുസന്നിധിയിലാണ്. അപ്പം നോക്കുമ്പോൾ ഈ വടക്കുനാഥൻ്റെ ഒരു പോസിറ്റീവ് വൈബും പൾസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിഫറെൻറ്റ് ലെവലാണ്. എന്തുട്ട ഗഡിയെന്ന് നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ ചോദിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു മജയുണ്ടല്ലോ. അതേപോലെ ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും വളരെ സന്തോഷപ്രദമായിട്ട് ഒരു കുളിർത്തന്നലൊക്കെ ഏറ്റ് നടക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഓരോ മരത്തിൻ്റെ കീഴിലും ഒരുപാട് കൂട്ടങ്ങളുണ്ട്. ഹായ്, എന്താണ് ഈ നിയമസഭാ ഇലക്ഷനിൽ ചേട്ടൻ കാണുന്ന പ്രത്യേകത? ഇന്ധനക്ഷാമമുണ്ട്, ഹോട്ടലുകളില്ല, അതുപോലെ എല്ലാത്തിനും. അപ്പോൾ അതിൻ്റെതായ നല്ലൊരു ഭരണം വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്. കേരളത്തിൽ മാറ്റങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പത്മജനല്ലേ നിർത്തിക്കണത്, അത് താമര വിടരുന്നു നല്ല വിശ്വാസമുണ്ടോ? പത്മജ ഒക്കെ എനിക്ക് ഒരിക്കലും ഇല്ല. ഞാൻ മാർക്കറ്റുകാരന് ഞാൻ വോട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇരു കൂട്ടരും ഒന്നിനൊന്നിന് മെച്ചം എല്ലാ കാര്യത്തിലും. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കുറച്ച് തലമുതിർന്ന അംഗങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ വരേണ്ടത്? ഒന്നും മാറില്ല, ഒരിക്കലും മാറില്ല എന്നുള്ളത് നിങ്ങളൊരു 100 വർഷത്തും കഴിഞ്ഞിട്ട് നോക്കിക്കോ, തൃശ്ശൂർ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം നടക്കണ കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അത് LDF തന്നെ വരണം. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മക്കളൊക്കെ NDA-ക്കാരല്ലേ? പത്മജ എന്തിനു വേണ്ടി നിൽക്കണേ? കോൺഗ്രസ് കർണാടന്റെ മോള്, മുരളീധരന്റെ പെങ്ങള്, ഇതൊക്കെ ഉണ്ടായിട്ടും അവളിപ്പോ കോൺഗ്രസിൽ പോയിട്ട് ഇതിലേക്കല്ല പോയത്. എന്താ ജയിക്കുന്ന വെച്ചിട്ടാ ഇവിടെ വന്നിട്ട് തൃശ്ശൂർ വന്നിട്ട്? തൃശ്ശൂർ ജയിക്കില്ല. അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുവനം ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പെരുവനം ക്ഷേത്രം. പെരുവനം എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്. പെരുവനം, കുട്ടന്മാറ തുടങ്ങി ഒരുപാട് കൊട്ടുമായി ബന്ധപ്പെട്ട പേരുകൾ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഇലക്ഷൻ പൾസും നമുക്കറിയാം. അനീഷിനെ കണ്ടതിൽ സന്തോഷം. മുഖപരിചയം കണ്ടിട്ട് ഞാൻ വന്നതാണ്. ഇപ്പം ബിഗ് ബോസ് കാണാറുണ്ട്. പ്രൈസ് അടിക്കുന്ന തന്നെയായിരുന്നു വിചാരം. ഓ, സന്തോഷം. അടുത്ത് തന്നെയാണോ വീട്? ഏത് വീട്? അതാണ് പുഷ്പാഞ്ജലി ഹൗസ്. പെരുവനം കുട്ടന്മാരുടെ സിസ്റ്ററാണോ? അത് ശരി. ഒരു ഇലക്ഷൻ കാലം കൂടിയാണ് ഇത്. അപ്പോൾ വോട്ട് ചെയ്യാറ്, എല്ലാ ഇലക്ഷനിലും വോട്ട് ചെയ്യാറുണ്ടോ? എങ്ങനെയൊക്കെയാണ് വോട്ടിന്റെ അവകാശമാണ്? അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെല്ലാ പ്രാവശ്യം വിനിയോഗമായിട്ടാണ് നോക്കാറുള്ളൂ. പൊളിറ്റിക്സ് ഇല്ല എനിക്ക്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ അമ്പലത്തിന് ആർക്കിയോളജിയുടെ പ്രശ്നം കൊണ്ട് പുരാതന അമ്പലമായാലും ശരിയായിട്ടൊന്നും ഓടുന്നില്ല. അപ്പോൾ ഇത് കുളം തന്നെ നശിപ്പിക്കുകയാണ്. ചുറ്റും ഈ ഭാഗത്ത് പഞ്ചായത്തിന് കണക്ഷൻ കിട്ടിയിട്ടില്ല. അമ്പലം അടുത്തായിട്ടും കൂടി വെള്ളത്തിൻ്റെ പ്രശ്നം നോക്കണം. അപ്പോൾ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. പ്രാവശ്യം ഏത് സ്ഥാനാർത്ഥി വിജയിക്കുന്നതാണ് കരുതുന്നത്? പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ആളുടെ അത്രയും കുറേ പ്രവർത്തനങ്ങൾ കൂടുതലാണല്ലോ, അത് കാരണം. തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം. എപ്പോഴും വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നാട്ടിക മണ്ഡലം. ചേട്ടാ, എങ്ങനെ പോകുന്നു ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ? ഒരു മാറ്റം വരും തോന്നുന്നു. ഇപ്പോൾ തന്നെ മൂന്നേട്ടം തന്നെ മാറിയില്ലേ, ആളെ നമുക്ക് ഒരാളും വിശ്വസിക്കാൻ പറ്റണ്ടായി.
അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങോട്ട് ചാട്ടി കളിക്കുന്ന ആൾക്കാർ. നേരിട്ട് കണ്ടതിന് സന്തോഷം, ഒരുപാട് സന്തോഷം, എനിക്കും സന്തോഷം. ഇപ്പോഴത്തെ ഭരണം തുടരാനാണ് സാധ്യത. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? പ്രതീക്ഷകളൊന്നുമില്ല ഇതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇത് ഇന്നലത്തെ ഒരു ചോദ്യത്തിൽ തന്നെ കണ്ടില്ലേ, വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൊട്ട ഒരു ഇതാണെന്നുള്ളത് കണക്കാക്കിയാൽ മതി. കുല്ലംകുത്തി അല്ലെങ്കിൽ ചെറ്റാന്നൊക്കെ പറയണതൊന്നും അത് പോട്ടെ, അതൊക്കെ ഓരോരുത്തർ കുറ്റം പറയണതാണ്. പക്ഷേ വീട്ടിൽ പോയി ചോദിക്കാമെന്നവരൊക്കെ പറയുമ്പോൾ ജൂബിലി തേവർപ്പടവാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനക്കൊടി കായലിൻ്റെ ഓരത്താണ് ഈ പ്രദേശം മുഴുവൻ. അതായത് മഴ പെയ്യുമ്പോൾ ഏകദേശം ഒരു 5-6 മാസക്കാലം ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. അതിനുശേഷം ഇവിടെ കൃഷി ചെയ്യും. ഒരുപ്പൂ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മുടെ അന്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഇവിടെ എങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹലോ ചേട്ടാ, ആര് വിജയിക്കുമെന്നാണ് ചേട്ടൻ്റെ പ്രതീക്ഷ? UDF അധികാരത്തിൽ വന്നാലും LDF അധികാരത്തിൽ വന്നാലും പ്രധാനപ്പെട്ട മന്ത്രി സ്ഥാനങ്ങളൊക്കെ നമുക്ക് പഴയ മുഖങ്ങളിൽ കാണാൻ പറ്റണം. അപ്പോൾ അവർ ഇത്രയും കൊല്ലം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. മാറ്റം അനിവാര്യമാണ്. പണ്ടെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDF സ്ഥിരമായിട്ട് ജയിച്ചിരുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് അതിൻ്റെ പിക്ചർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചേട്ടാ, തക്കാളിക്കൊക്കെ എന്താ കിലോന് വില? കിലോ 4 കിലോ 100. നാട്ടികയിൽ ആര് ജയിക്കുന്നതാണ് ചേട്ടൻ്റെ ഒരു പ്രഡിക്ഷൻ? എൻ്റെ ആഗ്രഹം CC മുന്നേറ്റം ജയിക്കുന്നതാണ്. പിന്നെ ജയിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇപ്പുറത്ത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം, ഇപ്പുറത്താണെങ്കിൽ ഒല്ലൂർ നിയമസഭാ മണ്ഡലം. തൃശ്ശൂരിനെയും ഒല്ലൂരിനെയും വേർതിരിക്കുന്ന ഒരു ചെറിയ കലുങ്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പാലത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ചേട്ടാ, എന്താ പേര്? സിദ്ധാർത്ഥ്. ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് ഇപ്പം ചേട്ടൻ ഇരിക്കുന്നത് എന്നറിയാമോ? തൃശ്ശൂരിലാണ്. ഏത് സ്ഥാനാർത്ഥി വിജയിക്കുന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? ആര് ജയിച്ചാലും നമുക്ക് സന്തോഷം. നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒന്നുമില്ല പരിപാടികള്. ഇപ്പം നിൽക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചായക്കടയിലാണ്. വൈറലായിട്ടുള്ള ചായക്കട എന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങളറിയുക. ശിവരാമേട്ടൻ്റെ ചായക്കടയിലാണ് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത്. എലക്ഷൻ ചൂടോട് കൂടിയിട്ടുള്ള നല്ല പരിപ്പുവട വർത്താനങ്ങൾ നമുക്ക് എന്തായാലും ഇവിടെ കേൾക്കാം. അപ്പോൾ വാ ശിവരാമേട്ട, നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. പിന്നെ ഇന്ന് എന്താണ് ഇവിടെ സ്പെഷ്യലായിട്ട് കഴിക്കാനുള്ളത്? ഇന്ന് കഴിക്കാൻ വെള്ളയപ്പം, കടലക്കറി, ദോശ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പം എലക്ഷൻ ടൈമാണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവരണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? മാറ്റങ്ങൾ ഒരുപാടൊക്കെ വരാനുണ്ട്, വരുത്താനുണ്ട്. ആര് വന്നാലും വരിക, ആര് വന്നാലും വരില്ലേ. ചേച്ചിയുടെ വോട്ട് വീക്ഷണം എങ്ങനെയാണ്? പാവങ്ങളെ നോക്കണവരാവണം, അതൊക്കെ തന്നെ ചർച്ച. ഈ സമയത്ത് ശിവരാമേട്ടൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? പ്രോബ്ലം എനിക്കിപ്പോൾ ഈ ചായക്കട നടത്താനുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. ഗ്യാസ് ഇല്ല, ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു മനസ്സിലൊരു സംഖ്യയിലാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്താണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയമായ സെൻറ് ആൻ്റണീസ് UP സ്കൂൾ കോടന്നൂരിൻ്റെ തിരുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എലക്ഷൻ കാലമാണ്. എല്ലാ വിധത്തിലുള്ള എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സ്കൂളിലാണ് ഞാൻ വിനിയോഗിച്ചിട്ടുള്ളത്. ഈ സ്കൂളിൻ്റെ തിരുമുറ്റത്ത് വരി നിന്നുകൊണ്ടാണ് ഞാൻ അതൊക്കെ വോട്ട് രേഖപ്പെടുത്താറ്. ഇപ്പം അടുത്ത് വരുന്ന നിയമസഭാ എലക്ഷനിലും വോട്ട് രേഖപ്പെടുത്താൻ ഞാൻ ഈ സ്കൂളിലേക്കാണ്, ഞാൻ പഠിച്ച സ്കൂളിലേക്കാണ് വരേണ്ടത്. ടീച്ചറെ നമസ്കാരം. ടീച്ചർ ഹലോ. ഹായ്. നമസ്കാരം ടീച്ചർ. കുറേ നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഞങ്ങൾ അന്വേഷണം കണ്ടിട്ട് തന്നെ ഒത്തിരി നാളായി. ഇപ്പൊ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇരിക്കും. അതെ അതെ. ഇതെന്താണ് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്? നമ്മുടെ വെക്കേഷനുമായി പ്രമാണിച്ച്, കുട്ടികൾക്ക് വെക്കേഷൻ ആണല്ലോ, പുസ്തകങ്ങൾ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് മൊത്തം ഒരു ലൈബ്രറി നവീകരണത്തിന്റെ പാതയിലൂടെ ഈ സമയം ഒന്ന് പോകാണ്. ഇതിൽ അനീഷിന്റെ പുസ്തകമുണ്ട്, എന്നേരം തുഴഞ്ഞ്. അനീഷിന്റെ പുസ്തകമുണ്ട്, കുട്ടികൾ വായിച്ചു.
നല്ല അഭിപ്രായം പറയുകയുണ്ടായി. നന്നായി തന്നെ തുഴഞ്ഞ് ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. അപ്പോൾ വീണ്ടും വരാൻ ടീച്ചർ. അതുവരേക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ക്ലബ് ഓഫ് FM 104.8 ഞാൻ RJ വിനീതാണ്. അല്ല, ഞാനിവിടെ ഒറ്റയ്ക്കല്ല, ഞാൻ മാത്രമല്ല. ഇന്ന് ഈ ഒരു തൃശ്ശൂരിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മൊത്തത്തിലൊന്ന് കറങ്ങി അടിച്ചിട്ടുള്ള അനീഷ് ബ്രോയാണ് ഇന്ന് നമ്മളോടൊപ്പം കൂടെ ചേരുന്നത്. ഹായ് ബ്രോ. ഹായ് വിനീത് ബ്രോ. അനീഷ് ചേട്ടൻ, എന്ത് മൂഡ്, എന്തൊട്ട് കറങ്ങണേ? എന്നിട്ട് എന്താ ഈ ജനമനസ് എന്താന്ന് വല്ല പിടുത്തം കിട്ടിയോ? കറക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര കറക്കായിരുന്നു എൻ്റെ ഗഡിയെ. കാലത്ത് തുടങ്ങി ഈ നിമിഷം വരെ നമ്മൾ ഓട്ടത്തിലായിരുന്നു. എന്നാലും ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാവരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ജനങ്ങളുടെ ഒരു മനസ്സിലുള്ളത് എന്താണെന്ന് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ 9 ജനങ്ങൾ കരുതി കൂട്ടിയിട്ട് തന്നെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മെയ് 4 അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്യും. അപ്പം കാണാം തൃശ്ശൂർ പൂരം അല്ലേ? അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് മെയ് 4 കാര്യമായിട്ട് തന്നെ അറിയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് FM 104.8 ആണ്. ഞാൻ RJ വിനീതാണ്. മറ്റൊരു കാര്യക്കാരൻ കൂടെയുണ്ട്, അനീഷ് ബ്രോ. അയ്യേ, ഇവിടെ വേറെ എന്തോ ഉണ്ടല്ലോ ബ്രോ. ടൺ കണക്കിന് ഫൺ. അതാണ്